അസ്സലാമു അലൈക്കും. വിശുദ്ധ റമദാൻ 1 അതിൻ്റെ രാവിലാണ് നമ്മളൊക്കെ. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഭൗതിക ലോക ജീവിതം അനന്തമായ ആത്മാവിൻ്റെ ലോകത്തു നിന്ന് ജന്മമെന്ന കവാടത്തിലൂടെ പ്രവേശിക്കുകയും മറ്റൊരു അനന്തതയിലേക്ക് മരണമെന്ന കവാടത്തിലൂടെ പുറത്തു കടക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള തുച്ഛമായ ഈ പ്രയാണ കാലയളവിൽ ജീവിതത്തിനും ജീവിത സംസ്കാരത്തിനും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വ്യത്യസ്തതകളുള്ളതുപോലെ ജീവിത ലക്ഷ്യത്തിനും വ്യതിരക്തതകളും കൃത്യമായ ലക്ഷ്യവും അനുവർത്തിക്കേണ്ട മാർഗവും ഉണ്ട്. ഉടമയുടെ മുമ്പിൽ അള്ളാഹുവെ അറിഞ്ഞുകൊണ്ട് ഇബാദത്തെടുക്കുകയും ആ ഇബാദത്തിലൂടെ ജീവിതത്തിനെ കൃത്യമായ ലക്ഷ്യപൂർത്തീകരണം നയിച്ചവരെ അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം സ്വർഗലോകത്തേക്ക് റബ്ബ് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ ആത്യന്തിക വിജയത്തിലേക്കുള്ള പ്രയാണമാണ് ഈ ഭൗതിക ലോക ജീവിതം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ പ്രയാണത്തിൽ അനിവാര്യമായി ആത്മാവെന്ന നാം ശരീരമെന്ന വാഹനത്തിലൂടെ പരലോകത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ആ വാഹനം ഇട്ടേച്ചുകൊണ്ട് ആത്മാവ് ബർസഖിയായ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ തുണയാവുന്നതും പരലോകത്ത് പരിഗണിക്കപ്പെടുന്നതുമാണ് സ്വാലിഹായ പ്രവർത്തനങ്ങൾ. ആ സ്വാലിഹായ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാൻ വളരെ പ്രധാനപ്പെട്ട ആത്മാവാണ്, അമലുകളുടെ കർമ്മങ്ങളുടെ റൂഹാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഏതൊരു കർമ്മവും അതിലടങ്ങുന്ന നിയ്യത്താണ് അതിൻ്റെ ഗതിവിഗതികളെ നിർണയിക്കുന്നത്. ഒരു നിയ്യത്തായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിൻ്റെതായ നിബന്ധനകളും മറ്റും കർമ്മശാസ്ത്ര കിതാബുകളിൽ വ്യക്തവും കൃത്യവുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയ്യത്തിൻ്റെ ലക്ഷ്യം 4 കാര്യമാണ്. 1 അൽ ഖബൂൽ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുകയും റബ്ബ് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. 2 ഏതൊരു നിയ്യത്തും ആ നിയ്യത്ത് ഇബാദത്തിനെ ആദത്തിൽ നിന്ന് വേർതിരിക്കുക എന്നതാണ്. നാം അമലുകളെ പോലെ ചെയ്യുന്ന പല ആക്ടിവിറ്റികളും കേവലം ചടങ്ങിനു വേണ്ടി ചെയ്യാറുണ്ട്. കുളിക്കൽ സാധാരണ ഗതിയിൽ കുളിക്കാറുണ്ട്, എന്നാൽ ജനാബത്ത് കുളി സാധാരണയിൽ നിന്ന് വേർതിരിക്കാൻ നിയ്യത്ത് ആവശ്യമാണ്. ആശ്വാസത്തിന് കയ്യും കാലും മുഖവും കഴുകാറുണ്ടെങ്കിൽ വുളു ആയി പരിഗണിക്കണമെങ്കിൽ നിയ്യത്ത് അനിവാര്യമാണ്. കേവലം പല അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് നിയ്യത്ത് കൃത്യതയോടെ കൂടിയാകുമ്പോൾ നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി, ഒരു വിശ്വാസിയുടെ നിയ്യത്ത് അമലിനേക്കാൾ പ്രധാനമാണ് എന്നത് കാണാം. 3 നിയ്യത്ത് കൊണ്ടുള്ള ഉദ്ദേശം അൽ മുളാഅഫ, ഇബാദത്തുകൾക്ക് വർദ്ധിത മൂല്യം ഓഫർ ചെയ്യപ്പെടുക എന്നതാണ്. ഏതൊരു കർമ്മവും ഇന്ന ഹാദൽ ഖൈറ ഖസാഇനു വലിൽ ഖസാഇനി മഫാത്തിഹ്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് അനുഷ്ഠാനങ്ങളും ഒരുപാട് നന്മകൾ നിറഞ്ഞ ഖജാനകളാണ് എന്നാണ് തിരു ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടു തന്നെ നല്ല നിയ്യത്തിൻ്റെ സാന്നിധ്യം കാരണം റുബ്ബ അമലിൻ സഗീരിൻ യുഅള്ളിമുഹു നിയ്യ, നിയ്യത്ത് അതിനെ വലുതാക്കി മാറ്റിക്കളയും എന്നതാണ്. 4 അത്തഹവീൽ, ദൈനംദിന ജീവിതത്തിലെ സാധാരണ ചിട്ടകളെ ഒരു ആത്മീയ പരിവേഷത്തോടു കൂടെ പ്രതിഫല ലബ്ധിയോടുകൂടെ അമലുകൾക്ക് പ്രതിഫലം ലഭിക്കാനും റബ്ബിൻ്റെ പൊരുത്തം സംഭവിക്കാനും വേണ്ടി മാറ്റുക എന്നതും ഈ നിയ്യത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അങ്ങനെ പല ഉദ്ദേശങ്ങളും നിയ്യത്തിലൂടെയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂലാക്കട്ടെ.